ഗ്യാപ്പ് റോഡിൽ നിന്നും ആനയിറങ്ങൽ ഡാമിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇവിടെ ഡാമിൻ്റെ ഇവിടെ വണ്ടി പാർക്കിംഗ് ഉണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുക കേട്ടോ. കാണാൻ വരുന്നവർക്ക് വണ്ടി കയറ്റി വിടില്ല. അപ്പോൾ ആനയിറങ്ങൽ ഡാമിൽ കൂടെ വണ്ടി പോകത്തില്ല അല്ലേ. വെള്ളം ഇനിയും വരാനുണ്ടല്ലോ. റിസർവോയറിൻ്റെ പകുതി പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നു. സംഭവം എന്തായാലും അടിപൊളിയാണ്, പച്ചപ്പൊക്കെ ആയിട്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്നിടത്ത് അവിടെ ബോട്ടിംഗ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്നിടത്താണ് ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ഇത് ഇവിടെയൊക്കെ ബോട്ട് കിടപ്പുണ്ട്. ബോട്ടും ഇവിടെ കൊട്ടാഞ്ചിയൊക്കെ കിടപ്പുണ്ട്. അവിടെയൊക്കെ ഒരു കിടിലം മല ഉണ്ടോ, ഫുള്ള് കല്ലുകൊണ്ടൊരു മലയൊക്കെ. ആ മലയുടെ താഴേക്ക് എന്തോ ഒരു റിസോർട്ട് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് മലേൻ്റെ ഇവിടെ ആയിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട്. എന്താ ഞാൻ പറഞ്ഞ സ്പീഡ് ബോട്ട് ഒരെണ്ണം താഴെ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ കുറവാട്ടോ. ഇവിടെ ഡാം ശോകം കേട്ടോ. ശോകം എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ചെറിയ വെള്ളമുള്ളൂ. കാരണം ഇത് ഈ കാണുന്നത്രയും ടോപ്പിൽ വരെ വെള്ളം എത്തേണ്ടതാ. ഇവിടെയൊക്കെ വെള്ളം കയറേണ്ടത്, തീരെ വെള്ളമില്ല. ഉണ്ടോ, ഇതെല്ലാം വറ്റി കിടക്കുന്നതല്ല. മഴക്കാലം സ്റ്റാർട്ടിങ്, എന്നാലും ഇവിടെ അത്യാവശ്യം മഴയൊക്കെ കിട്ടിയല്ലേ, എന്നിട്ടും വെള്ളം ശോകമാണ്. പക്ഷെ നല്ല ഫോട്ടോജനിക്കാണ്. ഫുള്ള് പച്ചപ്പ്. എങ്ങോട്ട് തിരിഞ്ഞാൽ നല്ല ആൽക്കഹോളിക് വെതർ എന്നൊക്കെ പറയുന്നതല്ലേ. ഇതവിടെ ഓട്ടോയൊക്കെ വരുന്നത്, നമ്മളെ മാത്രമേ കടത്തി വിടാത്തുള്ളൂ. ഇത് സാധാരണ ഓട്ടോയൊക്കെ വരുന്നുണ്ടല്ലോ. എനിക്കൊന്ന് ആ സൈഡിൽ കൂടെ വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് അവന്മാർ കയറ്റി വിടുമെന്ന് തോന്നുന്നു കേട്ടോ. ആനയിറങ്ങൽ ഡാമിൻ്റെ വർഷം കണ്ടോ, 1967 ഉണ്ടാക്കിയ സാധനം ഇത്. അന്ധകാലത്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. കുറേ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കല്ലൊക്കെ കണ്ടിട്ട് ഇപ്പോൾ അവർ സെറ്റ് ചെയ്ത പോലെയാണ് കല്ലൊക്കെ പാകിയേക്കുന്നത്. പക്ഷേ ഇപ്പം വെള്ളം തീരെ കുറവാണ്. വെള്ളം നല്ല കുറവാണ്. ഫുള്ള് എല്ലാ മലയിലും നമുക്ക് റിസോർട്ടുകളാണ്. ഇവിടെ കൂടുതലും റിസോർട്ട് ഇതൊക്കെ ഇഷ്ടംപോലെ പ്രൊമോട്ട് ആകുന്നുണ്ടല്ലോ. ഇപ്പം സംഭവം എന്ന് അറിയാവുന്നവരുന്ന കമൻറ്റ് ചെയ്യണേ. ഒരു ലൈറ്റ് ഹൗസ് പോലെ ഡാമിൻ്റെ സൈഡിലായിട്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിൻ്റെ ലെവൽ അളക്കുന്ന സാധനം കേട്ടോ. വെള്ളത്തിൻ്റെ ലെവൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അതിന് വേണ്ടിയിട്ടുള്ള സാധനം ഇത്. ഇപ്പം 0ക്കും താഴെയാണ്. ഇതിലെ ഫുള്ള് കുറ്റി അടിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൻ്റെ ലെവലുകൾ അറിയുന്ന സാധനമാണ്. മീറ്ററുകൾ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ലാസ്റ്റ് ഇരിക്കുന്ന കുറ്റിയിലാണ് അത്രേ വെള്ളമുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ അല്ല ഈ കമ്പ് പോലെ കാണുന്നത് മെഷർമെൻറ്റ്സ് ആണ്. ഈ ഡാമിൻ്റെ വ്യൂ. ഇത് ഷട്ടർ തുറന്ന് വിടുമ്പോൾ വെള്ളം പോകുന്ന പാത്താണിത്. ഫുള്ള് ഇപ്പോൾ വെള്ളം ശോകാവസ്ഥയിലാണ്. ഇതിപ്പോൾ 0.6x ഇടുന്നതാണ്. അപ്പോൾ വീഡിയോസിന് ക്ലിയർ കുറവായിരിക്കും കേട്ടോ. പക്ഷേ വിഷ്വൽസ് നല്ല വൈഡ് ആംഗിളിൽ നമുക്ക് സാധനം കിട്ടും. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. പച്ചപ്പിന് നടുക്കൊരു ഡാം. ജിയോ അവിടെ നിൽപ്പുണ്ട്. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്, ചെറിയ കാറ്റുണ്ട്. അതുകൊണ്ട് കാറ്റ് പിടിക്കുന്നുണ്ട്. ഇന്നലത്തെ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല അടിപൊളി ഡേ ആയിരിക്കും, പുറത്തു പോലെ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയായിരിക്കും. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാനും പുറത്തൊക്കെ ഇറങ്ങാനും പറ്റിയിട്ടുണ്ട്. മഴയുണ്ട്, പക്ഷെ എന്നാലും തൂളി നിൽക്കുന്നു. വമ്പ മഴയൊന്നും ഇല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ സ്പോട്ട് കേട്ടോ, ബോട്ടിങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അവിടെ കുറേ ബിൽഡിങ് പോലെ ഉണ്ടോ. അവിടെയൊക്കെ ആക്ച്വലി നമുക്ക് കഫേസും പിന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. സോ നമ്മളിവിടുന്ന് വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരും വന്ന് മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ടിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എവിടെ നമ്മൾ നേരത്തെ പോയവിടുത്തെ പൊന്മുടി ഡാമിൻ്റെ അവിടെ ഉള്ളിൽ കയറുന്ന നേരത്തെ ടിക്കറ്റ് വേണ്ടതാണ്. അവിടെ ഇല്ല. ഇവിടെയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇവിടെ ഇപ്പോൾ ടിക്കറ്റൊന്നും കൊടുക്കണ്ട, ഫ്രീ എൻട്രി ആണ് ഫുള്ള്. ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് പശുവാണല്ലോ ഇതിലേക്ക്. പശുയിറങ്ങൽ ഡാം ആക്കി കളഞ്ഞെന്ന് തോന്നുന്നു. ആനയിറങ്ങൽ ഡാമിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒരു അടിപൊളി തേയിലത്തോട്ടം കണ്ടു. അധികം റഷൊന്നും ഇല്ല. സോ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ചാടിയതാണ്. എയിം നോക്കിയാൽ എന്താ സാധനം. മഴ കാണുന്ന ഭാഗമൊക്കെ ശരിക്കും റിസർവോയർ ആട്ടോ. വെള്ളം നിൽക്കേണ്ട സ്ഥലമാണ്. എനിക്കൊന്ന് നല്ല മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഫുള്ള് വെള്ളമാവുമായിരിക്കും. ഇത് ചായപ്പൊടി വാങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ തളിരിലയൊക്കെ ആണെങ്കിൽ, ഈ കാണുന്ന തളിരിലയൊക്കെയാണ് ചായപ്പൊടിയായി വരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി അങ്ങനെ ഗ്രേഡിങ് വരുന്നതാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഈ മരങ്ങൾ വെച്ചിട്ടുണ്ട്. അത്തേക്കൂടെ ഈ നിൽക്കുന്നത് കൊടിയാണ് കേട്ടോ. അതിലെയാണ് ഞാൻ നേരത്തെ ബോട്ടിങ് പോകുന്ന കാണിച്ചില്ലേ, അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് അതെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം, പൊളി സ്ഥലം. അവിടെ അവർ മീൻ പിടിക്കുന്നുണ്ട് കുറേ പേര്. താമസിക്കുന്നതിനെ പറ്റി എന്താ ചെയ്യുക നിൻ്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കൊള്ളാം, കാലാവസ്ഥ വൈസൊക്കെ അടിപൊളിയാണ്. പക്ഷേ മെയിൻ ഇഷ്യൂ വരുന്നത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കുറവാണ് ഇവിടെ. ശുദ്ധമായ വായു
നല്ല വെള്ളമൊക്കെ കിട്ടും. സമാധാനപൂർണ്ണമായ ജീവിതം. തണുപ്പാണ് മെയിൻ. ചൂട് കാലമൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇവിടെ ചൂടുകാലമൊന്നുമില്ല. അടിപൊളിയായിരിക്കും. കൊടുംവേനൊക്കെ ഉച്ച സമയത്തൊക്കെ അത്യാവശ്യം ചൂടുണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ല, ആവറേജ് ചൂട്. അല്ലാത്തപ്പോ നൈറ്റൊക്കെ മുടിഞ്ഞ് തണുപ്പായിരിക്കും. വെള്ളമായാലും ഫ്രീസറിൽ വെച്ച പോലത്തെ വെള്ളമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോട്ടിലേക്ക്. ഈ കാണുന്ന വഴി ഇത് ഉണ്ടോ, മേലെ വഴി, ഇത് നമ്മൾ വന്ന ഗ്യാപ്പ് റോഡാണ് കേട്ടോ. ഗ്യാപ്പ് റോഡിന്റെ തൊട്ട് താഴെ കൂടെയാണ് ആനയിറങ്ങൽ ഡാമിലേക്ക് പോകുന്ന ഈ വഴി വരുന്നത്. ചെടി ഉണ്ടോ നിങ്ങള്? വെള്ളപ്പൂവൊക്കെ ആയിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.